ടീച്ചർ ഒരു കാര്യം, പൂരം കലക്കാൻ നോക്കി, നമുക്ക് മുന്നിലുണ്ട്. ശബരിമല തീർത്ഥാടനം അപ്പാടെ കലക്കാനും ആചാര ലംഘനമൊക്കെ നടത്തി. എന്നിട്ട് ആചാര ലംഘനം നടത്തി എന്ന് പറഞ്ഞ് തന്ത്രിക്കെതിരെ കുറ്റപത്രം, ഇതൊക്കെ നമ്മളെ മുന്നിലുണ്ട്. പക്ഷേ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നത്, ഈ ഹൈന്ദവ സനാതന സംസ്കാരം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിന് ശക്തി വർദ്ധിക്കുമ്പോൾ, സ്വത്വബോധം വീണ്ടെടുത്ത് എല്ലാവരും മുന്നോട്ട് വരുന്നൊരു പശ്ചാത്തലമൊക്കെ വരുമ്പോൾ ഇവരെന്തിനെ ഭയപ്പെടുന്നത്? അവരുടെ ലക്ഷ്യം, ഒരു കാലത്ത് അവരുടെ ലക്ഷ്യം വളരെ ഗൂഢമായി ഇവരുടെ ഉള്ളിൽ നിഗൂഢമായ ചില അജണ്ടകളിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നത് ഇപ്പൊ അവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സനാതന ധർമ്മത്തെ ശാക്തീകരിക്കുന്ന അതിന്റെ വേരുകൾ വീണ്ടെടുക്കുന്ന എല്ലാ പരിശ്രമത്തെയും അവർ എതിർത്തുകൊണ്ടിരിക്കും. കൊറോണ പോലെ, ഡെങ്കി പോലെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, അതിന് വേണ്ടുന്ന എല്ലാ പരിശ്രമവും നടത്താൻ കേരളവും കർണാടകവും ഒക്കെ അതിൽ കൂട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ ഹൈന്ദവ ജാഗരണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ നവോത്ഥാന ശാക്തീകരണ പ്രവർത്തനങ്ങളും അവരുടെ ആത്മീയമായ പ്രവർത്തനങ്ങളും ഏതൊക്കെ രൂപത്തിൽ അതിനെ അപമാനിക്കാനോ അപഹസിക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള പരിശ്രമം നടത്താം എന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഇപ്പൊ നമുക്കറിയാം, കർണാടകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമായ അവിടെ നശിപ്പിക്കാൻ എത്ര വലിയ ഗൂഢാലോചനയാണ് നടന്നത്, ആലോചിച്ച് നോക്കൂ നമ്മള്. ഇല്ലാത്ത കല്യാണം കഴിക്കാൻ പ്രസവിക്കാത്ത ആൾക്ക് മകളുണ്ടായെന്നും മകള് മരിച്ചു എന്നും എന്തൊക്കെ നാടകങ്ങൾ, അത് പരത്താൻ ധാരാളം ചാനലുകൾ. അപ്പോ ഈ 3 സംസ്ഥാനങ്ങളിലും കൃത്യമായ അജണ്ടയോടുകൂടിയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ എവിടെയൊക്കെയാണോ അത് നടപ്പിലാക്കാൻ സാധിക്കുക അവിടെയൊക്കെ നടപ്പിലാക്കുന്നു. അപ്പൊ ഇവിടെ ഈ കുംഭമേള അഥവാ മഹാമകം നടക്കുമ്പോൾ അത് മലപ്പുറത്തിന്റെ മാത്രമല്ല മൊത്തം ഒരു ഹൈന്ദവ ജാഗരണത്തിന് കാരണമാകും. അതല്ലാതെ പുഴയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ പുഴയിൽ ഒരു നിർമ്മാണം നടത്തുന്നതോടുള്ള ഭയമോ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം, തൊട്ട ജില്ലയാണല്ലോ കോഴിക്കോട്, അവിടെ നിൽക്കുന്ന നോളജ് സിറ്റി, ഇവരാരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ? ഒരു പേപ്പറിന്റെ പോലും അനുവാദം ഇല്ലാതെയാണ് അവിടെ പാലങ്ങൾ കെട്ടിയിരിക്കുന്നത്. ജലാശയങ്ങളുടെ ഒഴുക്ക് തടഞ്ഞ് പാലങ്ങൾ കെട്ടി നിർമ്മാണം നടത്തി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഞങ്ങൾ അതിന്റെ പുറകെ പോയതാ, വിവരാവകാശം വെച്ച് ഞങ്ങൾ എല്ലാം ശേഖരിച്ചതാ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പോലും ഒരു കീറക്കടലാസിന്റെ പോലും അനുമതി അവിടെ ഒരു നിർമ്മിതിക്കും ഇല്ല. എന്നിട്ടാണ് ഭീമാകാരമായ നിർമ്മിതികൾ അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. 2 പാലങ്ങളോട്ട് അതിനകത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനൊന്നും ഒരു വകുപ്പിന്റെ അനുമതിയിലേറെ ചെയ്തിരിക്കുന്നത്. ഇന്നിവിടെ വന്നിത് നിർത്തണം എന്ന് പറഞ്ഞവർക്ക് ആർക്കും അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ, കാരണം അവരാരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിർമ്മിതിയെ പറ്റിയിട്ട്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അറിയില്ല, ജലസേചന വകുപ്പിന് അറിയില്ല, എങ്ങനെ ജിയോളജിക്ക് അറിയില്ല, ആർക്കും അറിയില്ല. കാരണം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ അവരറിഞ്ഞു, സ്റ്റോപ്പ് മെമ്മോ കയ്യിൽ കൊണ്ടുതരാൻ പറ്റി. അപ്പോ ഇത് ഭൂമിശാസ്ത്രപരമായ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഹിന്ദുക്കൾ സംഘടിക്കരുത്. സ്റ്റോപ്പ് മെമ്മോ എന്തിനാ? നദി വൃത്തിയാക്കുന്നതിന്, അതിനെതിരെ പാലം നിർമ്മിക്കുന്നത് അതിനെതിരെ. അല്ല, നദി നന്നാവുക എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം നന്നാവുകയാണ്. കാരണം സനാതനധർമ്മത്തിന്റെ ഭാഗം അതൊക്കെ തന്നെയാണ്. സനാതനധർമ്മത്തിന്റെ ആധ്യാത്മികതയില് ഈ നദിയും ഭൂമിയും പ്രകൃതിയും ഒക്കെ പെടുന്നു. അതൊക്കെ ഭംഗിയോടുകൂടി ഇരുന്നാൽ അത് സനാതനധർമ്മത്തിന്റെ വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്യുത്സാഹം എടുത്തതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പുഴയെ കൊല്ലാം എന്നാണ് ഇവിടെ നോക്കണത്. ഗംഗയുടെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ കണ്ടു. എങ്ങനെ ഒരു നദിയെ വളരെ ഭംഗിയാക്കി എങ്ങനെ ശുദ്ധീകരിച്ചു കൊണ്ട് പോകാം. കാരണം അത് അമ്മയാണ് എന്ന ധാരണയിലുള്ളവർ ഭരണത്തിലെത്തിയപ്പോ ഗംഗയിലെ ജലത്തിൽ മുങ്ങിക്കുളിക്കാനും കോരി കുടിക്കാനും ഒക്കെ പോയവർക്ക് സാധിച്ചു. പക്ഷെ ഇവിടെ പോകാത്തവർക്കാ ചൊറിഞ്ഞു. ഗംഗയിൽ മുങ്ങിയ ആർക്കും ഒരു ചൊറിയും ഉണ്ടായില്ല. പക്ഷെ ഗംഗയിൽ മുങ്ങാതെ കേരളത്തിൽ ഇരുന്ന് പലർക്കും ചൊറിയുണ്ടായി. ഗംഗയിൽ ഈ ജനകോടികൾ വന്ന് മുങ്ങിപ്പോയിട്ടും ആർക്കും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷെ കേരളത്തിൽ നമ്മൾ കേൾക്കുന്നത് എന്താ? കേരളത്തിൽ നിന്നൊരു ജലാശയത്തിൽ മുങ്ങാൻ പറ്റില്ല. കാരണം എവിടെ മുങ്ങിയാലാണോ നമുക്ക് ഏതൊക്കെ വിധത്തിലാണോ അണുക്കൾ കയറുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ എവിടെയും മുങ്ങാൻ പറ്റാത്ത, ഇത്രയും ശ്രദ്ധിക്കുന്ന കേരളത്തിലെ അവസ്ഥ ഇതാണ്. അപ്പൊ ആ ഒരു കേരളത്തിലെ നദികൾ അല്ലെങ്കിൽ കേരളത്തിലെ പ്രകൃതി ഇത് നശിപ്പിക്കുന്നത് അത് സനാതന ധർമ്മത്തോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ അതിന്റെ ഒരു ഭാഗമായ നദിയൊക്കെ മലിനമായി തന്നെ കിടക്കണം. അവിടേക്ക് ആരും ചെല്ലാത്ത വിധത്തിൽ മലിനമായി തന്നെ കിടക്കണം. അപ്പൊ ശുദ്ധീകരിക്കുന്നവരോട് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വെറുപ്പുണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും. അതവർ തടയാൻ നോക്കും. ഏതായാലും തടയുക എന്നുള്ളത് അവരുടെ ധർമ്മമാണ്. മഹാമകം അത് ഉദ്ദേശിച്ച അതേ തലത്തിൽ നടത്തുക എന്നുള്ളത് അത് ഹൈന്ദവ സമൂഹത്തിന്റെ തീരുമാനമാണ്. ഇപ്പൊ നേരത്തെ അനിൽജി പറഞ്ഞതുപോലെ തന്നെ ഈ ഏതായാലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തണുപ്പൊക്കെ ബാധിക്കുമായിരിക്കും. ഒരു വെല്ലുവിളി കിട്ടിയാൽ അതിനെ സധൈര്യം നേരിടുക എന്നുള്ളത് അത് സനാതന ധർമ്മത്തിന്റെ രീതി. അത് ശബരിമലയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ വെല്ലുവിളിക്കാൻ പിണറായിക്ക് പറ്റും.
അത് ഏറ്റെടുക്കാൻ നമുക്കും പറ്റും. ഇനി അത് ഏതായാലും 18-ാം തീയതി മുതൽ നമുക്ക് നേരിട്ട് തന്നെ അതെന്തായിരിക്കും എന്നുള്ളത് നേരിട്ട് കാണാം എന്നേ പറയാനുള്ളൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സംഘടനകൾ VHPയും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും സ്വാമിജിക്ക് കൃത്യമായി തന്നെ പിന്തുണയുമായി രംഗത്ത് വരുന്നു ഈ ജനം ഡിബേറ്റിൽ തത്സമയ സംവാദത്തിൽ എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയതയും സംസ്കാരവും കൃത്യമായി തന്നെ ഉയർത്തിപ്പിടിച്ച് സധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്കും അത് വലിയ രീതിയിൽ അഭിമാനമുണ്ടാക്കുന്ന പ്രതികരണമാണ്.